മൈ ചാനൽ PSC സ്റ്റഡി. ഇന്ന് ഒരു മോക്ക് ടെസ്റ്റ് പോലെ ഈ വീഡിയോ കാണാം. ഇനി വരുന്ന PSC പരീക്ഷകളിൽ ചോദിക്കാവുന്ന ചോദ്യമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ കേരളത്തിലെ നെൽ ഗവേഷണ കേന്ദ്രങ്ങളിൽ പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി പന്നിയൂർ, മാങ്കൊമ്പ്, വൈറ്റില, പട്ടാമ്പി. ഇവയെല്ലാം കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളിൽ പെടാത്തത് ഓപ്ഷൻ ഡി പന്നിയൂർ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ വൈറസ് രോഗമല്ലാത്തത്? ഉത്തരം ഓപ്ഷൻ ഡി ഡിഫ്തീരിയ. നിപ്പ, എയ്ഡ്സ്, സാർസ് ഇവ വൈറസ് രോഗമാണ്. ഡിഫ്തീരിയ ബാക്ടീരിയ രോഗമാണ്. അടുത്ത ചോദ്യം, ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത്? ഉത്തരം ഓപ്ഷൻ ഡി ഐസക് ന്യൂട്ടൻ. അടുത്തത്, ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ഏത്? ഉത്തരം ഓപ്ഷൻ എ ന്യൂട്രോൺ. അടുത്ത ചോദ്യം, മാരക വൈറസ് രോഗമായ നിപ്പ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം ഏത്? ഉത്തരം ഓപ്ഷൻ ബി മലേഷ്യ. അടുത്ത ചോദ്യം, ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം? ഓപ്ഷൻ ഡി വൃക്ക. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഹരിതഗൃഹവാതകം അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ഹീലിയം. കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ൻ, ക്ലോറോ ഫ്ലൂറോ കാർബൺ ഇവയെല്ലാം ഹരിതഗൃഹവാതകമാണ്. അടുത്ത ചോദ്യം, കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം? ഓപ്ഷൻ ഡി അനിമോമീറ്റർ. കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം. ഉത്തരം അനിമോമീറ്റർ. അടുത്ത ചോദ്യം, നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം? ഉത്തരം ഓപ്ഷൻ സി ഒറൈസ സറ്റൈവ. നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം ഒറൈസ സറ്റൈവ. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം? ഓപ്ഷൻ എ 1721. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി? ഉത്തരം ഓപ്ഷൻ സി ഗോദാവരി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഓപ്ഷൻ സി ഗോദാവരി. അടുത്ത ചോദ്യം, ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ? ഓപ്ഷൻ സി കൻവർ സിംഗ്. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ഓപ്ഷൻ സി കൻവർ സിംഗ്. അടുത്ത ചോദ്യം, ഒരു സംസ്ഥാനത്തിന്റെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ? ഓപ്ഷൻ ഡി ഗവർണർ. ഒരു സംസ്ഥാനത്തിന്റെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ? ഓപ്ഷൻ ഡി ഗവർണർ. അടുത്ത ചോദ്യം, ലോക കേരള സഭയുടെ ആദ്യ സമ്മേളനം നടന്ന നഗരം?